പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലൂടെ കടന്നു പോകുന്നു. ഇന്നലെ നമ്മൾ ജലാധിവാസം ചെയ്യും, കാര്യങ്ങളൊക്കെ ചെയ്യും. ഇന്ന് നമ്മൾ ഇപ്പോൾ ബിംബ പരിഗ്രഹമൊക്കെ ഇന്നലെ ചെയ്തായിരുന്നു അല്ലേ. ബിംബ ഏറ്റുവാങ്ങി ജലാധിവാസം കഴിഞ്ഞ് അത് ആദ്യം തന്നെ അതെല്ലാം പല രീതിയിൽ ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്തു. അല്ലെ നാൽപ്പാമര പൊടിയൊക്കെ ഇട്ട് ക്ലീൻ ചെയ്തിട്ടാണ് ജലാധിവാസം നടത്തിയത്. അതിനുശേഷം ഇന്ന് അതെടുത്ത് നമ്മൾ പൂജ തുടങ്ങി. ഇപ്പോൾ പലതരത്തിലുള്ള അഭിഷേകങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യാൻ തുടങ്ങി. പ്രാണപ്രതിഷ്ഠ ചടങ്ങിലൂടെ കടന്നു നോക്കുന്നത്. അപ്പോൾ ശ്രീചക്രത്തിൻ്റെ അടിസ്ഥാനം എന്തിനാണ് ഉപാസിക്കുന്നത്? ഇതൊരു പവർ വിഷ്വലൈസേഷൻ ടൂളാണ്. പലരും വിചാരിക്കുന്ന ഭൗതിക നേട്ടം എന്നുള്ളതിലാണ് പലരും ഉദ്ദേശിക്കുന്നത്. അങ്ങനെ മാത്രമല്ല, മോക്ഷവിദ്യയാണ് ശ്രീവിദ്യ. അതിനുവേണ്ടിയാണ് ഉപാസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബൈ പ്രോഡക്റ്റായിട്ട് നമുക്ക് ഭൗതിക നേട്ടങ്ങൾ കിട്ടിക്കോളും. അത് കറക്റ്റാണ്. പക്ഷേ ഭൗതിക നേട്ടത്തിൽ മാത്രം പോയി കഴിഞ്ഞാൽ മറ്റേത് മിസ്സായി കഴിഞ്ഞാൽ പിന്നീട് അത് ഭയങ്കര നഷ്ടമാണ്. അപ്പോൾ ആ മാർഗത്തിൽ കൂടെ പോയി ഭോഗംശ മോക്ഷംശ കരസ്ഥമേകം സുന്ദരി സാധകാനാണ്. ത്രിപുരസുന്ദരിയുടെ സാധകർക്ക് ഭോഗവും മോക്ഷവും ഒന്നിച്ച് കിട്ടുമെന്നാണ്. കിട്ടിക്കോളും. നമ്മൾ ആ സിസ്റ്റമാറ്റിക്കലായിട്ട് പോയാൽ മതി, ധൃതി വെക്കാതെ എത്രാളപ്പെടാം. പവർ വിഷ്വലൈസേഷൻ ടൂളാണ്. ശ്രീചക്രത്തിൻ്റെ ഓരോ ട്രയാങ്കിൾസിലും ഇരിക്കുന്ന ദേവതകളെല്ലാം ഈ പറയുന്ന ശക്തി സൈന്യമാണ്. ശ്രീ ലളിതാ ത്രിപുരസുന്ദരിയുടെ ശക്തി സൈന്യമായിട്ടാണ്. ഭണ്ഡാസുരനുമായിട്ടുള്ള യുദ്ധത്തിൽ ദേവി സൃഷ്ടിക്കപ്പെട്ട് യുദ്ധം ചെയ്യാനായിട്ട് ചക്രരാജ രഥത്തിൽ പോകുന്നു. ചക്രരാജ രഥാരൂഢ സർവായുധ പരിഷ്കൃത ആയിട്ട് ദേവി യുദ്ധത്തിന് പോവാണ്. ശക്തി സൈന്യം. അപ്പം എന്താണ് ഈ ബ്രഹ്മാണ്ഡ പുരാണം പോലുള്ള പുരാണ കഥകൾ പറയുന്നത്? നമ്മുടെ ശരീരത്തിലെ ഹോർമോണിയൽ ഇംബാലൻസിലൂടെ ഉണ്ടാകുന്ന നെഗറ്റീവായിട്ടുള്ള ബ്രെയിൻ ന്യൂറോ കെമിക്കൽസിൻ്റെ പൊസഷൻ കൊണ്ട്, അറ്റാക്ക് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ശരിക്കും ഈ പുരാണ കഥകൾ പ്രതിപാദ്യം. അതായത് നെഗറ്റീവായിട്ടുള്ള സൂക്ഷ്മ ശക്തികൾ, മണിച്ചിത്ര സിനിമയിലെ പോട്ടുള്ള നെഗറ്റീവായിട്ടുള്ള സൂക്ഷ്മ ശക്തികൾ എല്ലായിടത്തും ഉണ്ട്. ഫിഗറൊന്നും ഇല്ല ഇതിന്. പക്ഷേ ഇത് നമ്മുടെ ബ്രെയിൻ കെമിക്കൽസിനെ പ്രോസസ്സ് ചെയ്ത് അറ്റാക്ക് ചെയ്തിട്ട് നെഗറ്റീവ് മാത്രം ഓർമ്മ വരുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ നെഗറ്റീവായിട്ടുള്ള ദേവതകളെ എല്ലാം കൂടെ ചേർത്താണ് അസുരന്മാരെന്ന് പുരാണത്തിൽ പറയുന്നത്. ദേവന്മാരെന്ന് പറയുന്നത് എന്താ? പോസിറ്റീവായിട്ടുള്ള ഇതുപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് വൈബ്രേഷൻ ഫീൽഡുകളുണ്ട്. അതാണ് ദേവന്മാർ. പലപ്പോഴും ഈ ദേവന്മാരുടെ സ്വർഗം അസുരന്മാർ കീഴടക്കും, തപസ് ചെയ്യും. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ദ്രനെ അടിച്ച് പുറത്താക്കും. ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്വർഗത്തിൻ്റെ അധിപതി എന്ന് പറഞ്ഞില്ല. ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ശരീരത്തിലെ ഇന്ദ്രിയങ്ങളുടെ നാഥനാണ് ഇന്ദ്രൻ. നമ്മുടെ ഇന്ദ്രിയങ്ങളുമായിട്ട് സെൻസ് ഓർഗൻസുമായിട്ട് നമ്മുടെ കണക്ഷൻ വിട്ടുപോകും. നമ്മൾ ചിന്താലോകത്തായി പോകും. അപ്പോൾ വിളിച്ചാലൊന്നും അറിയത്തില്ല. അപ്പോൾ നമ്മൾ ഡിപ്രസ്ഡ് ആയിരിക്കും. നമ്മൾക്ക് ആരെയും കാണണ്ടെന്നൊക്കെ പറയും. അപ്പോൾ ആ അവസ്ഥയാണ് ഇന്ദ്രനെ അടിച്ച് വെളിയിലാക്കുന്ന സ്വർഗം നഷ്ടപ്പെടുന്ന അവസ്ഥ. അവിടെ ഈ ദേവന്മാർ പോയി ഏതെങ്കിലും ദേവത, എല്ലാ പുരാണത്തിനും കഥ ഏകദേശം ഒരുപോലെ, ഏതെങ്കിലും ശിവപുരാണമാണ്, ശിവൻ സ്കന്ദപുരാണമാണ്, സുബ്രഹ്മണ്യൻ, ആ ദേവതയെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തുന്നു. നമ്മളും അതുപോലെ തപസ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതിനാ ഉപാസിക്കണം എന്ന് നമ്മൾ പറയും. ദീക്ഷ എടുത്ത് ഉപാസിക്കണം. അങ്ങനെ ഉപാസിക്കുന്ന സമയത്ത് തപസ് പോലെ ഉപാസിക്കുമ്പോൾ ആ ദേവത പ്രത്യക്ഷപ്പെട്ട് അസുരന്മാരെ കൊന്ന് ഈ സ്വർഗം ദേവന്മാർക്ക് വീണ്ടെടുത്ത് തിരിച്ചു കൊടുക്കുന്നു. ഇത് നമ്മുടെ നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പം നമ്മുടെ ഞാനെന്നുള്ള തോന്നൽ മൂലാധാരത്തിൽ ഇരിക്കുന്ന സമയത്ത് പാമ്പിൻ്റെ രീതിയിൽ പെട്ടുകിടക്കും. കാര്യം എന്താ? മൂലാധാരത്തിലാണ് ഭൂമി തത്വം. സൃഷ്ടിക്രമം പറയുന്നതാണ്. ആകാശത്തിൽ നിന്ന് വേദം പറയുന്ന അനുസരിച്ച് ആകാശത്തിൽ നിന്ന് ഒരു പ്ലാനറ്റ് ഉണ്ടാകുന്ന എങ്ങനെയാവും? ഗ്യാസസ് എല്ലാം കൂടെ ഫോം ചെയ്യുന്നു, അത് കത്തുന്നു, അപ്പോൾ അഗ്നിയായി. ആകാശത്തിൽ നിന്ന് വായു ഉണ്ടാകും, അത് മൂവ് ചെയ്തിട്ട് അത് കത്തുന്ന അഗ്നിയാവും. ആ അഗ്നി ലാവയായിട്ട് മാറുന്നു, വെള്ളം ലിക്വിഡ് ഫോമാണ്. ആ ജലത്തിൽ നിന്ന് എന്തുണ്ടാകുന്നു? ഭൂമി തത്വം ഉണ്ടാകുന്നു. ലാവ ഉറഞ്ഞു കഴിയുമ്പോൾ ഭൂമിയാവും. അപ്പോൾ ഇത് ഓരോ ചക്രങ്ങൾ, ആകാശം അങ്ങനെ വന്ന് ആകാശം, ഹൃദയത്തിൽ വായു, മണിപുരത്തിൽ ഹൃദയചക്ര, അനാഹരത്തിൽ വായു, മണിപുരത്തിൽ അഗ്നി, അതിൻ്റെ അടിയിലുള്ള ചക്രം സൃഷ്ടികർമ്മം നടക്കുന്ന സ്ഥലത്ത് സ്വാധിഷ്ഠാനത്തിൽ ബ്രഹ്മാവെന്ന് നമ്മൾ വിളിക്കുന്നു എന്ന് പറഞ്ഞു പ്രാണശക്തിയെ. അവിടെ നമ്മൾ അഗ്നി, ജലം, അവിടുന്ന് പിന്നെന്താണ്? താഴെ മൂലാധാരത്തിൽ വായു തത്വം, അല്ല ഭൂമി തത്വം. അപ്പോൾ ഈ ഭൂമി സർപ്പങ്ങളുടെയാണെന്ന് പറയുന്ന കാര്യം എന്താ? തല മുതൽ പാദം വരെ ഭൂമിയിൽ മുട്ടി സഞ്ചരിക്കുന്ന സർപ്പങ്ങളായതുകൊണ്ട് അവിടെ പാമ്പിന് മൂലാധാരം മാത്രമാണ് ആക്റ്റീവ്. 4 കാലം നടക്കുന്ന ജീവികൾക്ക് മണിപുരം വരെ അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ഞാൻ എന്നുള്ള തോന്നൽ. കുരങ്ങനൊക്കെ കഴുത്ത് വരെ, വിശുദ്ധി വരെ ആയിട്ടുണ്ട്, അതിങ്ങനെ വളഞ്ഞു പിടിച്ച് നിൽക്കും. മനുഷ്യന് മാത്രമാണ് നട്ടല് നിവർന്ന് ആജ്ഞാചക്രത്തിൽ വരെ ഇങ്ങനെ നിവർന്ന് നിൽക്കാൻ പറ്റുന്ന അവസ്ഥ. ആകാശ തത്വമായിട്ടാണ് അപ്പോൾ ബന്ധം. പക്ഷിക്ക് ആകാശ തത്വം മാത്രമേ ഉള്ളൂ, അത് ആ ഭൂമിയിൽ വരുന്നില്ല. ജനിക്കുന്നതും ജീവിക്കുന്നതും മരിക്കുന്ന ആകാശം. ഒരു മനുഷ്യൻ്റെ കൂട്ട് ജനിച്ച് വീഴുമ്പോൾ ആദ്യം പാമ്പിൻ്റെ കൂട്ട് എഴയാൻ കാരണം മൂലാധാരം വരെയാണ് ആക്റ്റീവായിട്ടുള്ളത്. അവിടുന്ന് 4 കാലയിൽ കഴിയും ഞാൻ എന്നുള്ളത് ഉയർത്തി അവിടം വരെ, മണിപുരം വരെ കൊണ്ടുവരും.
അത് കഴിഞ്ഞ് ഞാൻ എന്നുള്ളതിനെ പുറത്ത് ഇങ്ങനെ വളഞ്ഞു പിടിച്ചൊക്കെ നിൽക്കും, ഇവിടം വരെ വിശുദ്ധി വരെ വരും. അത് കഴിഞ്ഞിട്ട് വല്ലച്ചാതിയാവും പൊക്കി ആജ്ഞയിൽ വരെ കൊണ്ടുവരുമ്പോൾ താഴെ വീഴും. അവനത് പിന്നെയും പൊക്കിയെടുത്ത് അവിടെ നിർത്താനായിട്ട് പഠിക്കുമ്പോഴാണ് അവൻ ഓടാനും ചാടാനും ആകാശതത്വമായിട്ട് ബന്ധം കിട്ടുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഇന്നർ വേൾഡാണ് യഥാർത്ഥ സത്യം. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഈ പഞ്ചഭൂതങ്ങൾ അഗ്നി, വെള്ളം, വായു, ആകാശം, ഭൂമിയിൽ ജലതത്വം ഭൂമിയിലത്വമായി ശരീരം വിഘടിച്ചു പോവുകയും അഗ്നി, വായു, ആകാശം കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. അവിടെ നമ്മൾ ദേവി ഉപാസന ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ലോകത്ത് തുടരാം മരിച്ചു കഴിയുമ്പോൾ. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ കൂട്ട് ഞാൻ നമ്മുടെ വീഡിയോയിലൊക്കെയുള്ള കൂട്ടൊക്കെ ബോഡിയിൽ വന്ന് സംസാരിക്കുന്ന ആ ലോകത്ത് നമ്മൾ പ്രേതങ്ങളുടെ ലോകത്ത് കറങ്ങി തിരിഞ്ഞ് നടക്കും. അപ്പം ഈ ശരിക്കും ശ്രീചക്രം എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ പഞ്ചഭൂത തത്വങ്ങളിൽ നിന്ന് ആകാശതത്വം വരെ സമാധി വരെ എത്തുന്നു. ഈ പഞ്ചഭൂത തത്വങ്ങൾ നമ്മളെ കണക്റ്റഡ് ആയിട്ടുള്ള പഞ്ചകോശങ്ങളുമായിട്ടാണ്. അന്നമയം ഭൂമി തത്വമായിട്ട് ബന്ധമാണ് അല്ലേ. മനോമയം, പ്രാണമയം, വിജ്ഞാനമയം, ആനന്ദമയം, ഇങ്ങനെ പ്രാണൻ അഗ്നിയാണ്. അപ്പം ഇങ്ങനെ മനസ്സിലായോ, പഞ്ചഭൂത തത്വങ്ങൾ ഇങ്ങനെ കയറി പോവാം, ആകാശ തത്വത്തിൽ വരെ എത്തുന്നു. അപ്പോൾ ആ വൈബ്രേഷൻ, ബേസിക് വൈബ്രേഷൻ, അതിശപരാശക്തി പ്രാണൻ എന്ന് പറയുന്നു. അപ്പോൾ അതാണ് ശ്രീവിദ്യയിൽ സംഭവിക്കുന്നത്. ശ്രീചക്രത്തിൻ്റെ ഓരോ ആവരണങ്ങളും അങ്ങനെ പോയി സമാധി വരെ എത്തുന്ന 9 ആവരണങ്ങളാണ് ഇവിടെ ഉള്ളത്. അത് നമ്മുടെ പെർസെപ്ഷൻ ലെവൽ ചേഞ്ചാണ് അല്ലേ. ഒരാൾ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുമ്പോൾ അയാൾക്ക് കിട്ടുന്ന സാലറി ലിമിറ്റഡ് ആണ്. അയാൾക്ക് ഇമോഷനൊന്നും ശ്രദ്ധിക്കേണ്ട, തെറി പറയുക, എന്ത് വേണം ചെയ്യാൻ, പണിയെടുത്ത കാശ് കിട്ടും. പക്ഷെ ചിലവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് സ്വന്തം ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുമ്പോൾ മറ്റുള്ളവരുടെ ഇമോഷൻസിനെ മനസ്സിലാക്കുകയും അതിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുകയും ചെയ്യുമ്പോൾ അയാൾ സൈറ്റ് സൂപ്പർവൈസറായി 10 പേരെ വെച്ച് വർക്ക് ചെയ്യുമ്പോൾ അയാൾക്ക് കൂടുതൽ ടൈമിലും പണത്തിലും സ്വാതന്ത്ര്യമുണ്ട്. അവിടുന്ന് അയാൾ പിന്നെ എനർജി അളക്കാൻ തുടങ്ങും. ആളുകളുടെ തലയിൽ കൂടെ ഒഴുകുന്ന പ്രാണന്റെ ശക്തി അളക്കാൻ നോക്കും. അപ്പം 10 ബംഗാളികൾ ഇന്നടത്ത് വർക്ക് ചെയ്താലും ഇവിടെ 100 പേര് വേണം, ഇന്നടത്ത് 130 പേരുണ്ടെങ്കിൽ ഈ ഫ്ലാറ്റിന്റെ ഇത്രയും പോർഷൻ കട്ട് ചെയ്ത് പോകും. അവരുടെ തലയിൽ കൂടെ കൈകളിലൂടെ ഇറങ്ങി വെളിയിൽ വരുന്ന പ്രാണന്റെ എനർജിയുടെ അളവ് തന്നെ അളക്കാനുള്ള കഴിവ് കിട്ടുമ്പോൾ അയാൾ ബിസിനസ് ഓണറാവും. അയാളപ്പോൾ ഇങ്ങനെ വിളിച്ച് പറഞ്ഞാൽ മതി 100 പേര് അവിടെ മറ്റടുത്ത് ഇവിടെ. അപ്പോൾ അതിനൊക്കെ ആളെ വെച്ചിരിക്കുകയാണ്, ലക്ഷങ്ങൾ അക്കൗണ്ടിൽ വരുന്നു, സമയത്തിലും പണത്തിലും ഫുൾ ഫ്രീഡം. അവിടുന്ന് ഇൻവെസ്റ്റർ ആകുമ്പോൾ വിജ്ഞാനമയ കോശമാണ്, അവരുടെ അറിവ് മാത്രമാണ് അവരുടെ മണി വിൽ ചേസ് ഫോർ ദം, ചേസ് ദം. അന്നേരം അവരുടെ പൈസയാണ് അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത്. അതിങ്ങനെ ആ ഷെയർ മാർക്കറ്റിൽ പോകുന്നത് നോക്കിക്കൊണ്ടിരുന്നാൽ മതി. പക്ഷേ അപ്പോഴത്തേക്ക് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ വന്നെന്നിരിക്കും. ഇതൊന്നും ആസ്വദിക്കാൻ പറ്റാതെ വരും. പക്ഷേ ആത്മീയതയിൽ ഇതൊന്നും ഇല്ലാതെ തന്നെ ഈ ആനന്ദമയ കോശത്തിൽ വിജ്ഞാനം, ഈ പ്രാണനെ മനസ്സിലാക്കി അവിടെ ഇരുന്നാൽ തന്നെ ഇതെല്ലാം കൺട്രോൾ ചെയ്തിട്ട് ആനന്ദമയത്തിൽ എത്താൻ പറ്റുമെന്നാണ് ഋഷിമാർ പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് പക്ഷേ മെറ്റീരിയൽ ആയിട്ടുള്ള സക്സസ് നമുക്ക് ആവശ്യമാണ്. കാര്യം എന്താ, നമുക്കിപ്പോൾ വേദന എടുത്താൽ ധ്യാനിക്കാൻ പറ്റുമോ? പ്രൊട്ടക്ഷൻ വേണ്ടേ? വിഷമ ധ്യാനിക്കാൻ പറ്റുമോ? ഇപ്പോൾ ലക്ഷ്മി വേണ്ടേ? അപ്പോൾ തന്ത്രം ഒന്നിനും തള്ളുന്നില്ല. പണം ഉണ്ടാക്കുന്നതിനല്ല തന്ത്രം. സന്യാസം എന്ന് പറയുന്ന താന്ത്രിക സന്യാസം ഡിഫറൻ്റ് ആണ്. ഉള്ളിൽ നമ്മളെല്ലാം ഉപേക്ഷിക്കുന്നു, ഭാര്യയും മക്കളും എല്ലാവരും കാണും. പക്ഷെ ഉള്ളിൽ അവരെ ഉപേക്ഷിച്ച് അവരെക്കുറിച്ച് ചിന്തിക്കത്തില്ല നമ്മൾ. അവർ കൂടെ ഉണ്ടെങ്കിൽ. ഇവിടെ ഇല്ലെങ്കിൽ 24 മണിക്കൂർ ഇവരായിരിക്കും നമ്മുടെ മൈൻഡിൽ അല്ലേ. ദീക്ഷ എടുത്തു കഴിഞ്ഞാൽ താന്ത്രിക സന്യാസി ആകണമെങ്കിൽ ദീക്ഷ എടുത്തിട്ട് ഷട്കർമ്മം ചെയ്യുന്നവരില്ലേ, വശ്യമാഹർ, മാരണ, സ്തംഭനം, മോഹനം, ഉച്ചാടനം ഒക്കെ ചെയ്യുന്ന അല്ലേ, ആഭിചാരം ചെയ്യുന്നവരില്ലേ. തന്ത്രത്തിൽ ദീക്ഷ എടുത്തു കഴിഞ്ഞാൽ താന്ത്രിക സന്യാസിയായി വേണമെങ്കിൽ അയാൾക്ക് അത് കണ്ടിന്യൂ ചെയ്യാം. അപ്പം നമ്മൾ ഏറ്റവും നല്ല ഒരാളെ മനസ്സിൽ നിന്ന് ഒരാളെ നമ്മൾ അടുത്തോട്ട് പിടിച്ചു നിർത്തിയാൽ അയാൾ നമ്മുടെ മൈൻഡിൽ നിന്ന് പോകും. ഇപ്പം മോളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു, നമ്മുടെ മോൾ അവർ എന്ത് ചെയ്യുക ആലോചിക്കാൻ തുടങ്ങും. മോൾ ഇവിടെ ഇരിക്കുമ്പോഴും ഇതായിരുന്നു ടെക്നിക്ക്, താന്ത്രിക സന്യാസത്തിൻ്റെ, മനസ്സിലാവുന്നില്ല. അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും കൂടെ നമ്മൾ കഴിയുകയും ചെയ്യും, നമ്മൾ ഇതിൽ നിന്നൊക്കെ ഡിറ്റാച്ച്ഡ് ആവുകയും ചെയ്യും. അതാണ് മനോഹരമായ അവസ്ഥ. അല്ല ഇതെല്ലാം വിട്ട് ഹിമാലയത്തിൽ പോയാലോ ഇതായിരിക്കും 24 മണിക്കൂർ ചിന്ത. അങ്ങനെ പോയിട്ട് എന്താ കാര്യം അല്ലേ. തമിഴ്നാട്ടിൽ നിന്ന് ഒരാൾ ഹിമാലയത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു അവധൂതനെ കണ്ടു മഞ്ഞിനകത്ത്. അയാൾ ഞാൻ അവിടെ വരുവാണ്. അടുത്ത് വന്നപ്പോൾ ചോദിക്കുക, ജയലളിത ജയിച്ചോ ഇപ്രാവശ്യം ഇലക്ഷൻ. ഈ മൈൻഡും കൊണ്ട് അവിടെ പോയിട്ട് എന്താണ് കാര്യം. അപ്പോൾ ശരിക്കും ശ്രീചക്രം എന്താണ് പറഞ്ഞത്, ഭൗതിക നേട്ടങ്ങളുള്ളപ്പോൾ സമാധി നേടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിലെ ഈ ചക്രങ്ങളെ കുറിച്ചൊന്ന് ജസ്റ്റ് ചുരുക്കി പറയാം. ആദ്യത്തെ ചക്രം എന്ന് പറഞ്ഞാൽ ത്രൈലോക്യ മോഹന ചക്രമാണ്. ഇതെല്ലാം പോസിറ്റീവായിട്ടുള്ള ചക്രങ്ങൾ. ഭൂമിതത്വം ആയതുകൊണ്ടാണ് അത് സ്ക്വയർ വന്നിരിക്കുന്നത് ഏറ്റവും താഴെ. ഭൂപുരം എന്നാണ് അതിന് പറയുന്നത്. 3 ലെവലുണ്ടായി. അതിനകത്ത് സിദ്ധി ദേവതകളാണ് ആദ്യത്തെ ലൈൻസിൽ. അത് ഖഡ്ഗമാല സ്തോത്രത്തിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ദേവതകൾ ആരൊക്കെയാണെന്ന് എന്തൊക്കെയാണെന്ന്.
ഞാൻ ചുരുക്കി എന്താണ് ആ ചക്രങ്ങളെക്കുറിച്ച് മാത്രം, ദേവതയെക്കുറിച്ച് ഡീറ്റെയിലായിട്ട് ഒരു സമയം പഠിക്കും. അപ്പോൾ ആ ബേസിക് ചക്രം എന്ന് പറയുന്നത് ആദ്യം സിദ്ധിദേവതകൾ, പിന്നെ അഷ്ടമാതൃക്കൾ, ആ സ്ക്വയർ 3 ലൈൻ കണ്ടോ സ്ക്വയറിൽ കണ്ടോ? അപ്പോൾ അതിൽ ആ 3 ലൈൻ കണ്ടല്ലോ, ആ അതിൽ സിദ്ധിദേവതകൾ, അഷ്ടമാതൃക്കൾ, സിദ്ധിദേവതകൾ, അഷ്ടൈശ്വര സിദ്ധികൾ എന്ന് പറയാം. അലിമാലിക്കുമ മഹിമ ഈശിത്വം വശുത്വം പ്രാകാം മുക്തി ഇച്ഛാസിദ്ധി പ്രാഗു സർവകാമ സിദ്ധി എന്ന് പറയുന്ന അഷ്ടൈശ്വര്യ സിദ്ധികളാണ്. ഈ സിദ്ധികൾ എന്തൊക്കെയാ? ചെറുതാവാനുള്ള കഴിവ്, വലുതാവാനുള്ള കഴിവ്. ആ അലിമാസിദ്ധിയ ഗരിമാസിദ്ധിയ കേൾക്കുന്നുണ്ടറിയാം അല്ലേ? അത് ഇതാണെന്ന് അറിയത്തില്ല. അപ്പോൾ ഈ പവർ പ്രാകാമിസത്യം, ഉദ്ദേശിക്കുന്ന സമയത്ത് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ചെല്ലാനുള്ള കഴിവ്. ഇപ്പോൾ അമേരിക്ക അനുസരിച്ച് നിങ്ങൾ അമേരിക്ക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എത്ര മണിക്കൂർ എടുത്തിട്ടാണ് വന്നേ? ഒരു ദിവസം 24 മണിക്കൂർ എടുത്തിട്ടാണ്. ഇനി പോകണമെങ്കിൽ 24 മണിക്കൂർ വേണം അല്ലേ? അപ്പോൾ പക്ഷെ നമ്മളിപ്പോൾ അമേരിക്ക എന്ന് വെച്ചാൽ അമേരിക്കയിൽ ചെല്ലണം. അതാണ് പ്രാകാമസിദ്ധി. ഭുക്തിസിദ്ധി അല്ല, ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള സിദ്ധി, ഇച്ഛാസിദ്ധി, ഉദ്ദേശിക്കുന്ന കാര്യം നടത്താനുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള അഷ്ടൈശ്വര്യ സിദ്ധികൾ ആണ് ശ്രീവിദ്യയിലെ ഏറ്റവും കുറഞ്ഞ ഗുണം. അതാണ് ഏറ്റവും ഭൂപുരത്തിലത് വെച്ചേക്കുന്നത്. ഏറ്റവും അടിയിലുള്ള മോക്ഷത്തെ സംബന്ധിച്ച് അതൊന്നുമല്ല. എന്തുകൊണ്ടാണ് മോക്ഷത്തെ സംബന്ധിച്ച് ഇതൊന്നുമല്ലെന്നും അഷ്ടൈശ്വര്യ സിദ്ധികളെ തള്ളിപ്പോകണം എന്നൊക്കെ പതഞ്ജലി യോഗസൂത്രത്തിൽ പറയുന്നത്? അതിനൊരു പ്രാധാന്യം കൊടുക്കില്ലെന്നും എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഹിമാലയൻ കഥകളില്ലേ, ഹിമാലയൻ ബ്ലണ്ടേഴ്സ് എന്ന് പറയാൻ പറ്റത്തില്ല എങ്കിലും ഹിമാലയൻ കഥകൾ സത്യസന്ധമായ കഥകളായിരിക്കാം. സ്വാമി രാമ, ശ്രീ എം, ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി, ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ ഒരുപാട് പറയുന്ന ഹിമാലയൻ അത്ഭുത സിദ്ധികളുടെ കഥകൾ. ഈ അത്ഭുത സിദ്ധികൾക്കൊന്നും ഒരു പ്രാധാന്യം കൊടുക്കരുതെന്ന് പറയാൻ കാരണം എന്താ അറിയാം? 2 കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ ഉള്ളിൽ കോംപ്ലക്സ് ഉണ്ടാക്കും. എനിക്കിതൊന്നുമില്ല, ഞാൻ ഇതൊക്കെ എന്ന് നേടാനാണ്, ഇതൊക്കെ ഇത്രയും വലിയ കഴിവൊന്നും എനിക്ക് ഈ ജന്മമൊന്നും മോക്ഷം കിട്ടത്തില്ല, ഇങ്ങനെ പറഞ്ഞ് നമുക്കൊരു ഡിപ്രഷൻ ഉണ്ടാക്കാന്നുള്ളതല്ലാതെ ഇതുകൊണ്ട് കാര്യമില്ല. ഇത് ശരിക്കും ഒരു മണ്ടത്തരമാണ്. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാമോ? എന്താ ഈ പതഞ്ജലി ഇതൊക്കെ തള്ളണമെന്ന് പറയുന്നത്? പിന്നെ നിങ്ങളെ ഒരു ആശ്രമം ഉണ്ടാക്കാനോ കുറേ ഫോളോവേഴ്സിന് ഉണ്ടാക്കാനൊക്കെ ഇത് ഭയങ്കര എളുപ്പമാണ്, സിദ്ധികളൊന്നും അല്ലേ? പക്ഷേ ആത്യന്തികമായിട്ട് അത് ഭയങ്കര എനിക്കും നിങ്ങൾക്കും ദോഷമായിട്ട് വരും. ആത്മസാക്ഷാത്കാരം കിട്ടത്തില്ല. കാര്യം എന്താ? ആ ലോകത്ത് കിടന്ന് കറങ്ങും. കാര്യം എന്താ അറിയാമോ? എന്നോട് പറയുന്നത് സിമ്പിളായിട്ട്, ഈ പറയുന്ന അഷ്ടൈശ്വര്യ സിദ്ധിയൊക്കെ നിങ്ങളിപ്പം മരിച്ചാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന, നിങ്ങളൊരു പ്രേതമാണെങ്കിൽ നിങ്ങൾക്ക് ഈ കഴിവുകളെല്ലാം കിട്ടും. ഇപ്പം നിങ്ങൾ ഈ ആത്മാവ് മാത്രം, നമ്മളെ ലിമിറ്റ് ചെയ്യുന്ന ഈ പഞ്ചഭൂതങ്ങളിലെ ജലതത്വവും ഭൂമിതത്വമായ ഈ ശരീരമാണ്. അഗ്നി, വായു, ആകാശം മൈൻഡാണ്. മനസ്സിലൂടെ സഞ്ചരിക്കാം. ബാധകൾ അങ്ങനെ സഞ്ചരിച്ചിട്ടാണ്, ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് ബോഡി എടുത്തിട്ടാണ് ആളുകളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ട സ്ഥലത്തില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ അമേരിക്ക എന്ന് വെച്ചാൽ അമേരിക്ക ചെല്ലുമത്. പക്ഷെ ശരീരമില്ല, മോക്ഷം കിട്ടത്തില്ല. ശരീരമില്ലാത്തതുകൊണ്ട് പ്രസന്റി വരാൻ പറ്റത്തില്ല. ആത്മാവ് എപ്പോഴും പാസ്റ്റും ഫ്യൂച്ചറുമാണ്. ഞാൻ കാണിച്ചൊരു വീഡിയോയിൽ പറയുന്നില്ലേ, ഒരു ബാധ വന്നിട്ട് എനിക്ക് സ്വന്തമായിട്ട് ബ്രെയിൻ ഇല്ല, അതുകൊണ്ട് ഞാൻ ഇവളുടെ ബ്രെയിനിനകത്ത് കയറി ചിന്തിച്ചിട്ടാണ് എന്നെ കൊന്നത് ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. അതിനാണ് ഇവളെ ഞാൻ പീരീഡ്സ് റെഗുലറാക്കുന്ന, ഇവർക്ക് ഈ അസുഖങ്ങളെല്ലാം കൊടുക്കുന്നതുകൊണ്ട് വിഷമിപ്പിച്ചോട്ട് പേടിപ്പിച്ചോട്ടിരിക്കുന്നത്. അല്ല, എനിക്ക് പേടിപ്പിക്കണമെന്ന്, എനിക്ക് നിൽക്കണമെങ്കിൽ അത് വേണം, നെഗറ്റീവ് കെമിക്കൽ വേണം, ഞാൻ പറഞ്ഞില്ലേ. അപ്പം ബ്രെയിൻ ഇല്ല, കാരണം അവർ പാസ്റ്റും ഫ്യൂച്ചറുമാണ്. എന്നെ കൊന്നു ആരോ, ആ പാസ്റ്റിൽ ആ ദേഷ്യത്തിലെ ഇമോഷൻസ് ആണ് അവർ. ശരീരം നഷ്ടപ്പെട്ട ഇമോഷൻസിനെയാണ് ബാധകൾ എന്ന് പറയുന്നത്. അതാ നമ്മൾ ഇമോഷനിലാകുമ്പോൾ ഇത് പ്രോസസ് ചെയ്യുമെന്ന് പറയുന്നത്. കുറച്ചുകൂടെ വലിയ ഇമോഷൻ കയറുമല്ലോ. അവർക്ക് പ്രസന്റിലേക്ക് വരണമെങ്കിൽ ബ്രെയിൻ വേണം, ഇന്ദ്രിയങ്ങൾ വേണം. ഇന്ദ്രിയങ്ങൾ വർക്ക് ചെയ്യുന്നതെല്ലാം പ്രസന്റിലാണ്. അതാ ശരീരം ഉള്ളപ്പോഴേ ധ്യാനം ചെയ്ത് മോക്ഷം കിട്ടത്തുള്ളൂ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പ്രേതമായ നമ്മൾ ഇതുവരെയുള്ള നമ്മുടെ ഓർമ്മകളുടെ പാസ്റ്റായി, ഇന്ദ്രിയങ്ങൾ പോയി, അതുകൊണ്ട് പ്രസന്റിൽ വരാൻ പറ്റത്തില്ല, അതുകൊണ്ട് ധ്യാനം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ കൊണ്ടല്ലേ സുഷുമ്നെ കൂടെ സഹസ്രാരത്തിൽ വരുത്താൻ പറ്റത്തില്ല. ഇന്ദ്രിയങ്ങളുണ്ടെങ്കിലേ സുഷുമ്നെ കൂടെ സഹസ്രാരത്തിൽ വരത്തുള്ളൂ. അതുകൊണ്ട് ഈ ശരീരത്തിന്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കണം. ഈ സിദ്ധികളുടെ പുറകെ പോകരുത്. ബേസിക് സിദ്ധി വേണം. എന്താ? പൈസ ഉണ്ടാക്കാനും അത് അട്രാക്ട് ചെയ്യണം, അത്യാവശ്യം ജീവിതത്തിൽ ഡെവലപ്പ് ചെയ്യാനുള്ള സിദ്ധി അത് വേണം താൻ. ഒന്നും അധികമായാലും കുറഞ്ഞാലും പ്രശ്നം, എല്ലാം വേണം. സെന്ററിൽ ഇരിക്കാം. അപ്പൊ അത് ആദ്യം ത്രൈലോക്യ മോഹന ചക്രം, എല്ലാ ലോകത്തെ മോഹിപ്പിക്കുന്ന ചക്രം. എങ്ങനെയാ? സിദ്ധികളിലൂടെ മോഹിപ്പിക്കുന്ന. ഈ സിദ്ധികൾ നമുക്ക് കിട്ടും ആത്മാവിന്റെ ഉള്ളിൽ. എന്ത് ഈ പറയുന്ന രീതിയിൽ. പക്ഷെ അത് തള്ളി നമ്മൾ അടുത്ത ലെവലിലേക്ക് വരുമ്പോൾ
അഷ്ടമാതൃക്കൾ ബേസിക് ഫോഴ്സായിട്ട് പ്രവർത്തിക്കുന്ന അഷ്ടമാതൃക്കൾ തന്നെ സൃഷ്ടിസ്ഥിതി സംഹാരം ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ പ്രാണൻ പ്രവർത്തിക്കുന്ന മാതൃക്കൾ മാതാവ് എന്നുള്ള രീതിയിൽ ബ്രാഹ്മി, മാഹേശ്വരി, കൗമാരി, വൈഷ്ണവി, വാരാഹി, മാഹേന്ദ്ര, ചാമുണ്ഡി, മഹാലക്ഷ്മി, സർവ മനസ്സിലാവുന്നുണ്ട്. ബ്രാഹ്മി ബ്രഹ്മാവിൻ്റെ നെഗറ്റീവ്, ബ്രഹ്മാവിൻ്റെ ഫീമെയിൽ എനർജി, ബ്രഹ്മാവിൻ്റെ എനർജി ശക്തിയാണല്ലോ ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. ഈ ശക്തി ഓരോ ഗുണങ്ങളായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഓരോ ദേവതയാണ്. സൃഷ്ടികർമ്മത്തിന്റെ ദേവതയായ ബ്രഹ്മാവായിട്ട് ആ ലൈംഗിക അവയവങ്ങളുള്ളത് പ്രവർത്തിക്കുന്നു. അപ്പൊ ആ വൈബ്രേഷണൽ ഫീൽഡാണ് ആര്? ബ്രഹ്മാവ്. ഇമേജസ് തലേന്ന് കളയണം. നമ്മൾ പുരാണം 4 തലയൊക്കെ ആയിട്ടിരിക്കുന്നത് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി ബ്രെയിന് കൊടുക്കുന്നതാണ് ഇമേജസ്. മനസ്സിലാവുന്നുണ്ടോ? വൈബ്രേഷൻ ആയിട്ട് കണക്കാക്കണം. മാഹേശ്വരി ശിവന്റെ വൈഫ് എന്ന് പറയുന്നത്, മഹേശ്വരന്റെ വൈഫ് എന്നല്ല, സത്യത്തിൽ എന്താണ്? മഹേശ്വരന്റെ ശക്തി അല്ലേ? ഗുരുവായൂരപ്പന് ഭയങ്കര ശക്തിയാന്ന് പറയും. ശക്തിയില്ലാത്ത ഗുരുവായൂരപ്പനെ വേണം? വേണ്ടാന്ന് പറഞ്ഞു. ഗുരുവായൂരപ്പന് വേണ്ടാന്ന് പറഞ്ഞു. അപ്പം ഗുരുവായൂരപ്പന് ശക്തിയില്ലാത്ത ഗുരുവായൂരപ്പന് നമുക്ക് വേണ്ട. അപ്പൊ ആ ശക്തിയാണ്. അത് പഞ്ചപ്രേതാസനാസീനാ പറഞ്ഞ എന്താ? ഈ ദേവി ഇരിക്കുന്നത് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ, ഈശ്വരൻ, സദാശിവൻ 5 കാലുകൾ ദേവിയുടെ കസേരയുടെ, അത് ഈ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരനൊക്കെയാണ്. കാര്യം എന്താ? അവരെ പഞ്ചപ്രേതങ്ങളിൽ വിളിക്കുന്ന. അതിലേക്ക് ശക്തി വരുമ്പോഴാണ്. അല്ലെങ്കിൽ അവർ ഡെഡ് ബോഡീസാണ്, പ്രേതങ്ങളാണ്. ശക്തിയില്ലെങ്കിൽ അവരൊക്കെ ഡെഡ് ബോഡീസ് അല്ലേ? അപ്പൊ അതുകൊണ്ട് പഞ്ചപ്രേതാസനാസിന. അപ്പം അങ്ങനെയല്ല, ബേസിക് എനർജികളായിട്ട് പ്രവർത്തിക്കുന്ന, ശക്തി പ്രവർത്തിക്കുന്ന വൈബ്രേഷണൽ ഫീൽഡുകളാണ് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ ഇങ്ങനെ പറയുന്ന അവരുടെ ശക്തി. അതാണ് മെയിനായിട്ടുള്ള കാര്യമാണല്ലോ. അത് സൃഷ്ടിസ്ഥിതി സംഹാരമായിട്ട് അതിൽ ശക്തി പ്രവർത്തിക്കുന്നത്. അപ്പൊ അതല്ലേ അടുത്ത ഉടനെ വരേണ്ടത്. അതുകൊണ്ടാണ് അത് വന്നിട്ടത്. ബ്രാഹ്മി ആ അഷ്ടമാതൃക്കൾ എന്ന് പറയുന്നതാണ്. അമ്പലത്തിലൊക്കെ സപ്തമാതൃക്കളാണ്. ഇവിടെ മഹാലക്ഷ്മിയും കൂടെ വരുന്നുണ്ട്, അഷ്ടമാതൃക്കളാണ്. ഈ ഭൂപുരത്തിന്റെ 2ാമത്തെ ലൈനിൽ, ചതുരത്തിന്റെ 2ാമത്തെ ലൈനിൽ, അതും ഭൂമിയിലത്തുമായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത്. ഭൂമിയിലല്ലേ സൃഷ്ടിയൊക്കെ നടക്കുന്നത്. അതുകൊണ്ടാണ് അത് ബന്ധമുണ്ട്. അപ്പോഴും അർത്ഥം എന്താ? മുദ്രാദേവതകളാണ്. സർവ്വസംക്ഷോഭന, സർവ്വവിദ്രാവന, സർവാകർഷണം. ഓരോ ഞാൻ പറഞ്ഞില്ലോ 10 ദശമുദ്രകളുണ്ടെന്ന്. കൈ കൊണ്ടൊക്കെ ഇങ്ങനെ ദശമുദ്ര കാണിച്ചിട്ട് ഇങ്ങനെ ബ്ലൂം സഹ നവയോനി ചക്രം എന്നുവെച്ചാൽ യോനി മുദ്ര, സർവ്വയോനി മുദ്രയൊക്കെ ഇങ്ങനെ കാണിച്ചു. ദശമുദ്ര, സമാരാധ്യ, ത്രിപുരാശ്രീ, വശകർ, ലളിതാസപ്തി പറയുന്നത് 10 ഓരോ ആകാരത്തിൽ മുദ്ര ഉണ്ടാക്കും. ഈ മുദ്രകളുടെ ദേവതകൾ. കാരണം ഈ മുദ്രകളിലൂടെ പ്രാണൻ സഞ്ചരിക്കും. കുറച്ച് സാധന ചെയ്ത് വരുമ്പോൾ ഈ പ്രാണനെ നമുക്ക് മനസ്സിലാവുമ്പോൾ നമുക്ക് മുദ്രകളിലൂടെ പ്രാണൻ സെൻഡ് ചെയ്യാനോ റിസീവ് ചെയ്യാനൊക്കെ പറ്റും. മനസ്സിലാവുന്നുണ്ട്? അതാണ് ആ പ്രാണന്റെ മൂവ്മെന്റിനെ കൺട്രോൾ ചെയ്യുന്ന മുദ്രാദേവതകൾ. പോസ്റ്റേഴ്സ് വളരെ പ്രധാനമല്ലേ? ഇപ്പൊ ദൂരെ ഒരു സിംഹം പിടിക്കാനാണോ വരുന്നതല്ലേ എന്നുള്ള സീബ്രയ്ക്ക് മനസ്സിലാവുന്നത് എങ്ങനെ? ദൂരെയുള്ള ആ സിംഹത്തിന്റെ മുദ്രയിൽ നിന്നാണ്. മുദ്ര എന്ന കൈകൊണ്ട് കാണിക്കുന്നത് മാത്രമല്ല, ശരീരം മുഴുവൻ മുദ്രയാണ്. എന്നാൽ ആ സിംഹം ഫുഡ് കഴിച്ചിട്ട് ഇതിലുണത്തിന് തിന്നിട്ട് അവിടെ കിടക്കുമ്പോൾ ഇതിന്റെ അടുത്ത് പോയി സീബ്ര നിൽക്കും. കാരണം എന്താ? അതിന്റെ മുദ്ര പോസിറ്റീവ് പ്രാണനെ അമൃതകലയുള്ള വർഷിക്കുന്നതാണ്. മറ്റേത് വിഷകലയാണെന്ന് ദൂരെയെന്ന് മനസ്സിലായി. നമുക്കിതറിയാത്ത നമ്മുടെ പ്രശ്നം. നമ്മളെ സംബന്ധിച്ച് നമ്മൾ മെമ്മറി എന്നാണ് ഓരോന്ന് പ്രാണനെ അളക്കുന്നത്. മുദ്ര വെച്ചിട്ടല്ല, ഊഹിക്കുക പ്രാണനെ. പക്ഷെ മുദ്ര ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രാണനെ അറിയാം. ഒരാൾ ശരിയാണോ അല്ലയോ, അവൻ ശരിയാണോ അല്ലയോ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. പക്ഷെ നമ്മൾ അവൻ പറഞ്ഞ ആലോചിച്ച് ഇങ്ങനെ നിന്നാലും ഫാസ്റ്റില് നമ്മളെ സംബന്ധിച്ചൊരു സിംഹം നെഗറ്റീവ് അല്ലേ എപ്പോഴും. സീബ്രയെ സംബന്ധിച്ച് അതിന്റെ അടുത്ത് പോയി നിൽക്കാൻ പറ്റുന്നുണ്ട്. നമ്മളൊക്കെ പറയാം തിന്നിട്ട് സുഖമായിട്ട് കിടക്കുക, സിംഹം ഒന്നും ചെയ്യത്തില്ലെന്ന് പറഞ്ഞാലും ഒരു പട്ടിയുടെ അടുത്ത് പോകാൻ നമുക്ക് ബുദ്ധിമുട്ടല്ലേ? ശരിയല്ലേ? അതാണ് ഒബ്സർവ് ചെയ്യാൻ നമുക്ക് ഒട്ടും സ്കില്ലില്ല പ്രാണനെ. നമ്മൾ ചിന്തകളുടെ ലോകത്താണ്. അപ്പൊ അതവിടെ നിൽക്കട്ടെ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പൊ പ്രാണന്റെ മുദ്രാദേവതകളുടെ ഇമ്പോർട്ടൻസ് മനസ്സിലായല്ലോ ഭൂപുരത്തിന്റെ. അപ്പം അതാണ് ത്രൈലോക്യ മോഹന ചക്രം എന്ന് പറഞ്ഞാൽ എന്താ? ഈ 3 ലോകങ്ങളെയും മോഹിപ്പിക്കുന്ന ചക്രം. ജാഗ്രത, സ്വപ്ന, സുഷുപ്തിയാണ് 3 ലോകങ്ങൾ. ഉണർന്നിരിക്കുന്ന അവസ്ഥ, സ്വപ്നം കാണുന്ന അവസ്ഥ, ആഴത്തിലുറങ്ങുന്ന അവസ്ഥ. ആ 3 ഭൂപുരം അല്ലെങ്കിൽ 3 ലോകങ്ങളെ അട്രാക്ട് ചെയ്യുന്നു. മനസ്സിലാവുന്നുണ്ടോ? അത് ആ ത്രിപുര സുന്ദരിയും ദേവിയെ വിളിക്കുന്നത്. 3 ലോകങ്ങളിൽ സൗന്ദര്യം, ആനന്ദം ഉണ്ടാക്കുന്നത് ദേവി ഈശ്വരനാണ്. പഞ്ചകോശങ്ങളിൽ ആനന്ദമുണ്ടാക്കുന്ന അവസ്ഥ. ആ ആനന്ദം ഉണ്ടാക്കുന്ന അവസ്ഥ ഇപ്പൊ എനിക്ക് ഒരു സ്ത്രീയെ സുന്ദരിയായിട്ട് തോന്നി, അങ്ങേക്ക് സുന്ദരിയായിട്ട് തോന്നിക്കോണമെന്നില്ല. എൻ്റെ ഉള്ളിൽ ആനന്ദം ഉണ്ടാക്കുന്നത് എന്തോ അത് സൗന്ദര്യമുള്ളത് എന്നാണ്. അപ്പൊ ആ സൗന്ദര്യത്തിന്റെ ബേസ് അവനവന്റെ ഉള്ളിലല്ലേ? ആണോ? അപ്പൊ അതാണ് അതിൽ ആനന്ദം ഉണ്ടാക്കുന്ന ആനന്ദമയ കോശമാണ് ഈശ്വരൻ.
അപ്പൊ 3 ലോകങ്ങളിലും സൗന്ദര്യമുള്ളതായിട്ട് തോന്നുന്നതാണ് ത്രിപുര സുന്ദരി. അതാണ് അങ്ങനെ പറയുന്നത്. അപ്പം ത്രൈലോക്യ മോഹന ചക്രം, സർവാശാപരിപൂരക ചക്രം, അത് 3 ലൈനുണ്ട്. പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ, സത്വ, രജസ്, തമസ് എന്ന് പറയും. 3 ലൈനുണ്ട്. പ്രസന്റിലേക്ക് വരണം എന്നാണ് ധ്യാനിക്കുന്നത്. എന്നിട്ട് ഈ സത്വ ഗുണങ്ങളെ അതിജീവിക്കണം. അപ്പോഴാണ് അടുത്ത സർവ്വ സൗഭാഗ്യദായക ചക്രം, സർവാശാപരിപൂരക ചക്രത്തിൽ വരുന്നത്. സർവാശാപരിപൂരക ചക്രത്തിൽ പ്രധാനപ്പെട്ട ദേവതകൾ ഈ പറയുന്ന എന്താണ് ത്രൈലോക്യമോഹന ചക്രസ്വാമികളുടെ കൂടി കാമാകർഷണി, ബുദ്ധിയാകർഷണി, അഹങ്കാരാകർഷണി, ശബ്ദാകർഷണി, സ്പർശാകർഷണി, രൂപം, ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ, ഇന്ദ്രിയങ്ങൾ, ശരീരവുമായി ബന്ധപ്പെട്ട് അതിന്റെ എനർജി ലെവലിൽ നിൽക്കുന്ന അവസ്ഥ, അതുമായിട്ട് കണക്ട് ചെയ്യുന്ന തത്വങ്ങൾ, അതാണ് ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ. ഗന്ധാകർഷണി, രൂപാകർഷണി, രസാകർഷണി, ഗന്ധാകർഷണി, ചിത്താകർഷണി, ധൈര്യാകർഷണി, സ്മൃതിയാകർഷണി, നാമാകർഷണി, സ്മൃതിയും ധൈര്യവും ഒക്കെ കണക്ട് ചെയ്ത് നിൽക്കുന്ന അതിലാണ്, ഈ എനർജിയിലാണ്. ശരീരാകർഷണി, ശരീരവുമായി ബന്ധപ്പെട്ടുള്ള സൂക്ഷ്മശക്തികളായിട്ടുള്ള ദേവതകളെല്ലാം കണക്ട് ചെയ്യുക, വൈബ്രേഷൻസ് എല്ലാം, ഇന്റലിജൻസ് എല്ലാം കണക്ട്, ഇതെല്ലാം ഇന്റലിജൻസ് ആണ്, കണക്ട് ചെയ്ത് നിൽക്കുന്നതാണ് സർവാശാപരിപൂരക ചക്രം. അത് കഴിഞ്ഞ് സംക്ഷോഭണ ചക്രം, കാമകല, ഇച്ഛാശക്തി ബേസിക്കലായിട്ട് പോകുന്ന തത്വം. അതായത് ആഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട സീഡ് എന്ന് പറയുന്നത്, ഡിസയർ. ആ ഡിസയറിന്റെ കീക്കോറായിട്ടുള്ള അവസ്ഥയാണ് കാമകല എന്ന് പറയുന്നത്. ഈ കാമകലയിലാണ് സൃഷ്ടി ഉണ്ടാകുന്നത്. ആഗ്രഹത്തിൽ നിന്നാണ് എല്ലാ സൃഷ്ടിയും ഉണ്ടാകുന്നത്. ഒരു ഫ്ലാറ്റ് പണിയണമെങ്കിലും എല്ലാം, ഒരു കുട്ടിയെ സൃഷ്ടിക്കുന്നതും എല്ലാം ആഗ്രഹത്തിന് കാമകലയായിട്ട് 64 കാമകലകളായിട്ട് പ്രപഞ്ചം മുഴുവൻ ദേവി ത്രിപുരസുന്ദരി നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറയാൻ കാരണമാണ്. കാമകലാ വിന്യാസം എന്നൊക്കെ പറഞ്ഞുണ്ട്. അതിന് ചില കണക്കുകളൊക്കെ ഉണ്ട്. അതൊരു വളരെ ചാർട്ടാണ്. അതൊക്കെ പിന്നീട് സമയം പോലെ നമുക്ക് സംസാരിക്കാം. അങ്ങനെ അനംഗകുസുമ, അനംഗമേഖല, അനംഗം എന്ന് പറഞ്ഞാൽ കാമദേവൻ എന്നാണ്. ആ കാമദേവന്റെ ശക്തിയായിട്ടുള്ള 8 ദളങ്ങളാണ്. പിന്നീട് 16 ഷോഡശകലം കഴിഞ്ഞ 8 ദളങ്ങൾ. മനസ്സിലാവുന്നു അതിന്റെ മേലിൽ. അപ്പൊ ഈ സർവാശാപരിപൂരക ചക്രം എന്ന് പറഞ്ഞ കാര്യം എന്താ? ഇത് കൃത്യമായിട്ട് ഉപാസിക്കുമ്പോൾ ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന ചക്രമാണ്. ത്രൈലോക്യമോഹന ചക്രം എന്താ? നമ്മുടെ ലോകത്തെയൊക്കെ മോഹിപ്പിക്കും, നമ്മളെയൊക്കെ അട്രാക്ട് ചെയ്യണം, എന്നെങ്കിലും നമ്മുടെ കാര്യം നടക്കും. ആളുകളൊക്കെ നമ്മളോട് ഇഷ്ടപ്പെട്ടെങ്കിലും നമ്മുടെ കാര്യം നടക്കത്തുള്ളൂ. അതാണ് ത്രൈലോക്യമോഹനം. രണ്ടാമത്തെ സർവാശ ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്യുന്ന ചക്രം. അടുത്തത് എന്താ? സർവ്വ സംക്ഷോഭണം എന്ന് പറഞ്ഞാൽ അതിന് എനർജി വേണ്ട. ഇനി ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ ആ എനർജി കാമകലയിൽ നിന്നല്ലേ ഉണ്ടാകുന്നത്, ഇച്ഛാശക്തിയായിട്ട്. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തിയായിട്ടാണ് ദേവി സ്വരൂപം. ആദ്യം ഒരു ആഗ്രഹം ഉണ്ടാവും, ഒരു കാറ് വേണമെന്ന്. ഗൂഗിളിലാണ് തടിച്ചു നോക്കുമ്പോൾ അത് ജ്ഞാനശക്തിയായി. വിൽ പവറിൽ നിന്ന് എന്തായി? നോളജ് പവറായി. എന്നിട്ട് അത് പോയി വില വഹിക്കാൻ ചെല്ലുമ്പോൾ അവർ പിടിച്ച് തലയെ വെച്ച് കെട്ടുമ്പോൾ നമ്മളത് വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ക്രിയാശക്തിയായി. ലൈറ്റ് ഇടുമ്പോൾ ഇലക്ട്രിക്കൽ, സ്റ്റീർ തിരിക്കുമ്പോൾ കൈനറ്റിക്കൽ, ഗിയറിടുമ്പോൾ മെക്കാനിക്കൽ, ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ. അവിടെ മുതലേ പഠിച്ചു തുടങ്ങുന്നുള്ളൂ. പക്ഷെ തുടങ്ങുന്ന ഇച്ഛാശക്തിയിൽ നിന്നാണില്ല. പ്രാണൻ അങ്ങനെ അത് കണ്ടിന്യൂസ് ആയിട്ട് വെളിയിലേക്ക് വരികയാണ് ശരീരത്തിലൂടെ. സർവ്വ സൗഭാഗ്യദായക ചക്രമാണ് അടുത്തത്. എല്ലാ ഭാഗ്യങ്ങളും എല്ലാം കിട്ടുന്ന ചക്രം. അപ്പൊ അതിന്റെ ദേവതകളാണ്. അത് ഖഡ്ഗമാല സ്തോത്രം നോക്കിയാൽ ദേവതകളുടെ ഡീറ്റെയിൽസ് കിട്ടും. ഞാൻ അതിലേക്ക് പോകുന്നില്ല, സമയം പോകുന്നുള്ളൂ. ഇത്രയും ദേവതകളുണ്ട്. അടുത്തത് സർവ്വ സൗഭാഗ്യദായക ചക്രം. ആ സൗഭാഗ്യം കിട്ടുന്നത് ആ മുദ്രാദേവതകളുടെ പ്രവൃത്തിയും കൊണ്ടും കൂടെ. അതുകൊണ്ടാണ് അവിടെ മുദ്രാദേവികൾ വരുന്നുണ്ട്. സർവസംക്ഷോഭനി, സർവ്വരാമ, സർവാകർഷണം, സർവാഹ്ലാദിനി, സർവസമ്മോഹിനി, സർവസ്തംഭിനി, സർവജൃംഭിനി. ആ സമ്മോഹനം, ഓരോ ആഹ്ലാദം, ഇങ്ങനെ ഓരോ വികാരങ്ങൾ ഉണ്ടാക്കുന്ന മുദ്രകളുണ്ട് അല്ലേ? കുറെ തെറി ഒറ്റ മുദ്ര കാണിച്ചു കഴിഞ്ഞാൽ, അറ്റവും കുറെ തെറി പറഞ്ഞോണ്ടിരിക്കും, തിരിച്ചൊരു മുദ്ര അങ്ങോട്ട് കാണിച്ചു കഴിഞ്ഞാൽ അവൻ അതിശക്തമായ എനർജി എന്നിട്ട് അവന് കൺട്രോൾ പോകും. ചിലപ്പോൾ അടി കിട്ടുന്നിരിക്കും. അതപ്പോൾ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ ഈ മുദ്ര കൊണ്ട് പറ്റും. അപ്പം ലക്കിനെ കൊണ്ടുവരാനൊക്കെ ഈ മുദ്രകൾക്കും ഇമോഷൻസിലൂടെയൊക്കെ പറ്റും. അതവിടെ നിൽക്കട്ടെ. സൗഭാഗ്യദായ ചക്രം, സർവ്വരോഗഹര ചക്രം, അത് സർവ്വരക്ഷാകര ചക്രം, ഹാർട്ട് ചക്രം, പ്രൊട്ടക്ഷനാണ്. ഹാർട്ടിന് താഴത്ത് നെഗറ്റീവ് ദേവതകളാണ്. അതാണ് നാം നട്ടല് നിവർന്നിരുന്ന് ജപിക്കണം എന്ന് പറയുന്നത്. ഞാൻ എന്നുള്ള തോന്നലിനെ ഇവിടെ കൊണ്ടുവച്ച് ജപിക്കണം. ഞാൻ എന്നുള്ളത് ഹാർട്ടിന് താഴെ ഞാൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വളഞ്ഞിരുന്ന ഭാഷാലോകമായിട്ട് ബന്ധപ്പെടുക. നെഗറ്റീവ് ജപിക്കും തോറും ദുരിതം കൂടുകയെന്ന് പറയും. കള്ളു കുടിച്ചിറക്കുന്ന ഒരു കുഴപ്പമില്ല, ജപിക്കും തോറും ദുരിതം കൂടും. ജപിക്കുന്നവനൊക്കെ ഈ പ്രശ്നം എന്ന് പറയും. കാര്യം എന്താ? ഈ വിഷമിച്ച് നെഗറ്റീവ് കെമിക്കൽ ഉണ്ടാക്കിയിട്ടാണ് ജപിക്കുന്നത്. വളഞ്ഞിരുന്ന് ഞാൻ എന്നുള്ളതിനെ ഇവിടെ വെച്ചിട്ടാണ്. അപ്പം എന്ത് പറ്റും? ആ നെഗറ്റീവ് ദേവതകൾക്കല്ലേ എനർജി കിട്ടുന്നത്. ജപിക്കുന്ന നമശിവായും ബാലമന്ത്രമൊക്കെയാണ്, പക്ഷെ കിട്ടുന്ന ബാധയ്ക്കാണ്.
അവരെട്ടിയായിട്ട് ഉപദ്രവിക്കും. അപ്പോൾ പിന്നെയും ജപിക്കും. കൂടുതൽ വളർന്നില്ല, അപ്പോൾ കൂടുതൽ ദുരിതം. ഇങ്ങനെ താഴെ പോകണം. ഞാൻ എന്നുള്ളതിനെ ഇവിടെ ഞാൻ ചക്രത്തിൽ കൊണ്ടുവച്ചിട്ട് ഞാൻ എന്നുള്ള തോന്നല്ല അവിടെ കൊണ്ടുവച്ചിട്ടല്ല, ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യിക്കണം എന്നല്ല പറയുന്നത്, ശ്രദ്ധിക്കണം. ഞാൻ എന്നുള്ളതിനെ ഉയർന്ന ചക്രത്തിൽ നിന്ന് ബോഡി ലാംഗ്വേജ് തന്നെ മാറും, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പം പ്രൊട്ടക്ഷൻ കിട്ടും. ഇവിടുന്ന് ഇതാവട്ട് പോയാൽ ഞാൻ എന്നുള്ളത് ഇതിന് താവട്ട് പോയാൽ പ്രൊട്ടക്ഷൻ പോയിന്നാ. അത് സർവ്വരക്ഷാകരചക്രം എന്ന് പറയുന്നത്. ഇതിന് മേപ്പോട്ട് ശ്രദ്ധിക്കണം, അതിന് സഹായിക്കുന്ന ദേവതകളാണ്. അത് കഴിഞ്ഞിട്ട് സർവ വിശുദ്ധിയിൽ സർവ്വരോഗഹര ചക്രം, രോഗങ്ങളൊക്കെ ഇല്ലാതാക്കാൻ പറ്റുന്ന ദേവതകളാണ് വിശുദ്ധിയിൽ. അവിടെയാണ് ഭാഷ, നല്ല ഭാഷ. അവിടെ നിന്നാണ് ലളിതാ സഹസ്രനാമം നമ്മൾ ജപിക്കുമ്പോഴും വശിന്യാദി വാഗ്ദേവതകളാണ് ജപിക്കുന്നതെന്നാണ്. വശിനി ആദി വാഗ്ദേവതകൾ. വാഗ്ദേവതകൾ ആരൊക്കെയാ? വശിനി, കാമേശ്വരി, മോദിനി, വിമല, അരുണ, ജയിനി, സർവേശ്വരി, കൗളിനി. അത് രോഗഹര ചക്രം ആവുന്നത് എങ്ങനെ? ചികിത്സയുടെ ബേസിക് ആയിട്ടുള്ള വൈബ്രേഷണൽ ഫീൽഡുകളാണ്, ഇന്റലിജൻസ് ആണ്. എന്താണ്? വശിനി അട്രാക്ട് ചെയ്യണം പോസിറ്റീവ് എനർജി. കാമേശ്വരി ലൈഫ് ഫോഴ്സ്, ഇച്ഛാശക്തി നമുക്ക് വേണം. മോദിനി ആഹ്ലാദം, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം പേഷ്യൻറ്റും ഡോക്ടറും. അതിന് നല്ല ഡോക്ടർമാർ പേഷ്യൻസിനെ ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കും. വശിനി, കാമേശ്വരി, മോദിനി, വിമല. മലെന്ന് വെച്ചാൽ അഴുക്ക്. വിമല ഇൻഫെക്ഷൻ ഫ്രീ ആയിരിക്കണം, അഴുക്കുണ്ടാവാൻ പാടില്ല. വിമല. അരുണ ഹോപ്പ്. അരുണ സൂര്യന്റെ ഉദിച്ചു വരുന്ന സൂര്യനാണ് അരുണകിരണം അല്ലേ? അത് ഹോപ്പാണ്. പേഷ്യൻ്റ് ഒരിക്കലും ഹോപ്പ് ഡോക്ടറും പ്രതീക്ഷ വിടാതെ വയ്ക്കാൻ പറ്റും. ലാസ്റ്റ് വരെയും പ്രതീക്ഷ നിലനിർത്തണം. അവരുടെ ജയിനി, വിക്ടറി, വിജയിക്കും എന്നുള്ള ഒരു എനർജി, ആ ഒരു വിജയിക്കാനുള്ള ഒരു അഭിവാഞ്ച അല്ലേ? നാമജപം ചെയ്ത് ഉദ്ദേശിച്ച കാര്യം നേടാനുള്ള സ്കില്ലാണ് ജയിനി എന്ന് പറയുന്നത്. വശിനി, കാമേശ്വരി, മോദിനി, വിമല, അരുണ, ജയിനി, സർവേശ്വരി, എല്ലാത്തിനും ഈശ്വരിയായിട്ടുള്ള ത്രിപുരസുന്ദരി. കൗളിനി. കൗളിനി എന്ന് പറഞ്ഞാൽ എന്താ? സമ്പ്രദായം, എന്താ? സിസ്റ്റം, പഥ്യം എന്നൊക്കെ പറയും ആയുർവേദത്തിൽ. മെഡിസിൻ ഒരു ഇത്ര രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടെന്നൊക്കെ പറയും, അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. അപ്പോൾ ആ ഇന്റലിജൻസ് എല്ലാം കൂടെ ചേരുന്നതാണ് എന്ത്? സർവ്വരോഗഹര ചക്രം എന്ന് പറയും. അപ്പോൾ നമ്മളിത് വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഈ സ്കില്ലൊക്കെ വന്ന് തന്നെ ഈ സാധനം വർക്കൗട്ട് ആയിക്കോളും. അതാണ് അതിനത് വെച്ചേക്കുന്നത്. ആജ്ഞാചക്രത്തിൽ സർവ്വസിദ്ധിപ്രദ ചക്രമാണ്. ഉദ്ദേശിച്ച കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള ആജ്ഞയിലൂടെ ഓർഡർ. നമ്മൾ പറയുന്ന കേൾക്കും, ആജ്ഞാചക്രത്തുള്ള എനർജി പോകും. കോയിനൊക്കെ മൂവ് ചെയ്യുന്ന കാര്യം, ഡെഡ് പീസ് വരെ മൂവ് ചെയ്യുന്ന പറഞ്ഞാൽ കേൾക്കും. ആജ്ഞാചക്രം സർവ്വ ആനന്ദമായ ചക്രം. സമാധി. ആനന്ദമാണ് എല്ലാ ജീവജാലങ്ങളുടെ ഉദ്ദേശം. ശിവനാകുന്ന ആനന്ദത്തെയാണ് ശക്തി തേടുന്നതെല്ലാം. മൂവ്മെന്റ് എവിടെയുണ്ടോ അത് ഒരു ഹാപ്പിനെസ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പോകുന്നത്. ഒരാളെ കൊല്ലുന്ന എന്തിനാ? അത് കഴിയുമ്പോൾ ഒരു സുഖം കിട്ടുമെന്നുള്ളതാണ്, ഒരാശ്വാസം, ഒരു സുഖം. അപ്പോൾ ഏറ്റവും നെഗറ്റീവായിട്ടുള്ള പ്രക്രിയയുടെ പുറകിലും ഏറ്റവും വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു ഇന്റൻഷൻ, ആനന്ദം നേടണം എന്നുള്ളൊരു ഇന്റൻഷൻ അവിടെ ഉണ്ട്. ആനന്ദം ബേസ് ചെയ്തിട്ടാണ് എല്ലാ ശക്തിയുടെ മൂവ്മെന്റ് എല്ലാം. ശിവനാകുന്ന കോൺഷ്യസ്നസ് ആനന്ദത്തെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ഈ ആനന്ദത്തിലേക്ക് നമ്മൾ ഉപാസന വഴി എത്തുവാണെങ്കിൽ പുറത്ത് ഒന്നുമില്ലെങ്കിൽ എപ്പോഴും ഹാപ്പിനെസ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. പുറത്ത് എന്തൊക്കെ ഉണ്ടെങ്കിലും ഉള്ളിലൊന്നും ഇല്ലെങ്കിലോ, ഇതൊന്നും ഈശ്വരോപാസനയൊന്നും ഇല്ലെങ്കിൽ ഇത് നടക്കത്തുമില്ല. അപ്പൊ അതാണ് നമ്മൾ ബേസിക്കലി ശ്രീചക്രത്തിന്റെ ഈ ഉപാസനയുടെ ലക്ഷ്യം. അപ്പൊ ഖഗ്ഗമാല സ്തോത്രം നമ്മൾ അർത്ഥം അറിഞ്ഞ് എന്നും കേട്ടാൽ തന്നെ ഈ പവർ വിഷ്വലൈസേഷൻ അവിടെ നിൽക്കും. കുറച്ച് കഴിയുമ്പോൾ ഉപബോധ മനസ്സ് ആദ്യം ഇതൊക്കെ റിജക്ട് ചെയ്യും. പിന്നെ ഇതൊന്നും നടക്കത്തില്ല, ഇതൊക്കെ ഞാൻ എത്ര കണ്ടതാ, ഇതൊക്കെ ഒന്നും സയന്റിഫിക് അല്ല, ഇങ്ങനൊക്കെ പറഞ്ഞിരിക്കും. പക്ഷെ റിപ്പീറ്റഡ് ആയിട്ട് അങ്ങോട്ട് കമന്റ് കൊടുത്ത് കുറെ കഴിയുമ്പോൾ മനസ്സിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഉപബോധ മനസ്സിൽ ഗീബൽസ്യൻ തിയറി എന്ന് കേട്ടിട്ടില്ലേ? ഏത് കള്ളവും 20 പ്രാവശ്യം പറയുമ്പോൾ സത്യമാവെന്ന് പറയുന്നത് എന്ന് പറയുന്ന കൂട്ട് ഇതങ്ങോട്ട് കൊടുത്ത് കുറേ അങ്ങോട്ട് ജയിച്ചു കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇത് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങും ഒരു ഘട്ടം മുതൽ. ചിലക്ക് കുറച്ച് നേരത്തെ പറ്റും, ചിലക്ക് കുറച്ച് താമസിച്ചു പറ്റും, പക്ഷെ പറ്റും, സംഭവം നടക്കും. അങ്ങനെ സമാധി വരെ കോടി സൂര്യസംപ്രഭ എത്തുന്ന ഒരു ഗംഭീരമായ പദ്ധതിയാണ് ശ്രീവിദ്യ. കൊടുങ്ങല്ലൂർ, ചോറ്റാനിക്കര, മൂകാംബിക എല്ലാ ക്ഷേത്രങ്ങളിലും ശ്രീവിദ്യയാണ് ബേസ്. പട്ട് മൂടി ശേഖരം ഇട്ടേക്കും. രഹസ്യവിദ്യയാകൊണ്ട് ആരും പരസ്യമാക്കാറില്ല എന്നുള്ളൂ. രഹസ്യവിദ്യയാണ്. നമുക്കൊക്കെ ഇത് പറയേണ്ടി വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ ഇതിനെ പരസ്യമാക്കി നശിപ്പിക്കുന്നതുകൊണ്ട് കറക്റ്റ് കാര്യം പറയേണ്ട ഉത്തരവാദിത്വമായിട്ട് തോന്നിയുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ യൂട്യൂബിൽ ആദ്യമൊന്നും നമ്മളൊന്നും പറയത്തേ ഇല്ല, രഹസ്യമാക്കി വെച്ചേക്കുമായിരുന്നു. എനിക്കിഷ്ടമില്ല ഇത് പറയാൻ, കാരണം ആചാര്യന്മാരായിട്ട് തന്നിട്ടുള്ള സാധനം അങ്ങനെ എടുത്ത് നശിപ്പിക്കേണ്ടാന്ന് വെച്ചിട്ട്. പക്ഷേ ഇത് ആളുകൾ നശിപ്പിക്കുന്നതുകൊണ്ട് അതിലൊക്കെ പൊയ്യാൻ പാറ്റകളോട്ട് ആൾക്കാർ പോയി പെട്ട് ശ്രീവിദ്യ ഓടി നടന്ന് കള്ളന്മാരായ പല ആചാര്യന്മാർ ദീക്ഷ കൊടുത്ത ആളുകളെ ഉപയോഗിച്ച് നശിപ്പിച്ച് സാമ്പത്തികപരമായിട്ട് വല്ലാതെയും ചൂഷണം ചെയ്യുന്ന കണ്ട് മനസ്സ് മറുത്തപ്പോൾ നമ്മളൊരു കടമയാണ് ഇത് ഓപ്പണായിട്ട് പറയാം. അപ്പോൾ ആളുകൾക്ക് ഇതിനെക്കുറിച്ചൊരു ബോധം വരുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഓപ്പണായിട്ട് പറയാൻ തുടങ്ങിയത്. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ പൂർണ്ണമായ പൂജയിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. ഓക്കെ, ശരി.